സിദ്ദിഖാപ്പൻ ഉൾപ്പെട്ട ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സമാഹരണം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. PFI ഡൽഹി കമാൻഡർ കമാൽ KPയുടെ ഭീകരവാദ ഫണ്ടിംഗ് സംബന്ധിച്ച തെളിവുകൾ UP പോലീസ് ലക്നൗ NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. ഹത്രാസ് കേസിൽ ഒളിവിലായിരുന്ന കമാലിനെ മലപ്പുറത്ത് നിന്നാണ് UP പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ UP പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കലാപ ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകളും പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ അടിവേരറക്കുന്ന നിയമ പ്രവർത്തനങ്ങൾക്ക്, നിയമ നടപടികൾക്ക് ഒരു കാരണമായിരുന്ന പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഹത്രാസിലെ കലാപ ഗൂഢാലോചന കേസ്. ഹത്രാസിൽ ഉണ്ടായിട്ടുള്ള സംഭവം മുതലെടുത്തുകൊണ്ട് വലിയ കലാപത്തിനുള്ള ഗൂഢാലോചന നടത്തി എന്ന കേസ് UP പോലീസ് അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ രാജ്യത്തെ സാമ്പത്തിക സമാഹരണം, അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും പിന്നീട് ആ ഭീകരവാദ സംഘടനയെ നിയമം മൂലം നിരോധിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് പ്രത്യേകമായി പരിശോധിക്കുമ്പോൾ ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ സാമ്പത്തിക സമാഹരണം പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയിട്ടുള്ളത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള കമാലാണ്. ഈ കമാലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതും മലപ്പുറത്ത് നിന്നാണ്. FIR പരിശോധിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ICICI ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കമാലിന്റെ SBI സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്നതിന്റെ രേഖകളുണ്ട്. കമാൽ തന്നെയാണ് സിദ്ദിഖാപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിന്, സിദ്ദിഖാപ്പനും ക്യാമ്പസ് ഫ്രണ്ടിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പ്രവർത്തകർക്ക് പണം നൽകിക്കൊണ്ട് അവരുടെ ഹത്രാസിലേക്കുള്ള യാത്ര ക്രമീകരിച്ചത് എന്ന് ഒരിക്കൽ കൂടി അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. സിദ്ദിഖാപ്പൻ എന്ന വ്യക്തി മാധ്യമ പ്രവർത്തനത്തിനാണ് ഹത്രാസിലേക്ക് പോയത് എന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ വാദിക്കുമ്പോഴും അന്വേഷണ സംഘം ഇതിനു മുൻപും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം പരിശോധിക്കുമ്പോഴും വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ പ്ലാനിന്റെ ഭാഗമായി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരോടൊപ്പം സിദ്ദിഖാപ്പൻ ഹത്രാസിലേക്ക് പോയത് എന്ന് അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊരിക്കൽ കൂടി വ്യക്തമാക്കുന്ന അതാണ് ഇപ്പോൾ പുതുതായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അവസാന കുറ്റപത്രം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ അനുബന്ധ കുറ്റപത്രങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖാപ്പൻ ഉൾപ്പെടെയുള്ളവർ, ഈ പിടിയിലായിട്ടുള്ളവരെല്ലാം തന്നെയും വളരെ കൃത്യമായി ഈ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2020 സെപ്റ്റംബറിൽ മലപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള പരിശീലന ക്യാമ്പിൽ അതിന് നേതൃത്വം നൽകിയത് ഈ കേസിൽ മലപ്പുറത്ത് നിന്ന് പിടിയിലായിട്ടുള്ള കമാലാണ്. ആ ക്യാമ്പിൽ സിദ്ദിഖാപ്പൻ, അൻഷാദ്, ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ, നസറുദ്ദീൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്തത് സംബന്ധിച്ച് കമാൽ KPയും സിദ്ദിഖാപ്പനും അൻസുറുൽ ഹക്ക് എന്നിവരുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ കുറ്റപത്രത്തിനൊപ്പം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഗൂഢാലോചനയുടെ ഭാഗമായി